നമുക്കറിയാം, നമ്മളിപ്പോൾ കുറച്ച് മുൻപ് കേട്ടൊരു ആരോപണമുണ്ട്. മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ഒരു SP ശ്രമിച്ചു എന്നുള്ളത്. അത് ഒരിരട്ടിയല്ല 3 ഇരട്ടിയായിട്ട് കേസുകൾ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത്രയും ഈ കേസുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യത്ത് ഒരാവശ്യവുമില്ലാതെ കേസുകൾ ഉണ്ടാക്കുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് ശിക്ഷ കൊടുക്കണ്ടേ? കാരണം അയാൾ ഈ വ്യവസ്ഥയെ കൂടുതൽ പ്രയാസകരമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 5.5 ലക്ഷത്തിലധികം വിചാരണ തടവുകാരുണ്ടെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, കേസ് എടുത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർ അവിടെ ഇട്ടിരിക്കുകയാണ്. അതിൽ നമുക്കറിയാം പലരുടെയും കേസുകൾ വളരെ ദുർബലമായ കേസുകളാണ്. ഇപ്പോൾ നമ്മുടെ പൗരത്വ ഇതിനെതിരെ സമരം ചെയ്ത ഉമർ ഖാലിദിനെ പോലുള്ള ആളുകൾ. അപ്പോൾ ഇത്തരം കേസുകൾ, ഇപ്പോൾ സഞ്ജയ് ഭട്ടിൻ്റെ ഒരു കേസ് നമുക്കറിയാം, ഗുജറാത്ത് കലാപ സമയത്ത് അതിനെതിരെ സംസാരിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ഒരു പ്രത്യേക ജഡ്ജിയുടെ മുമ്പിലേ പോകുള്ളൂ. സ്വാഭാവികമായും എന്താണ്, എന്നോ ജാമ്യം കിട്ടി പോകേണ്ട, എന്നോ പുറത്തു വരേണ്ട ആളുകൾ, അല്ലെങ്കിൽ എന്നോ കേസ് സെറ്റിലാകേണ്ട ചില കാര്യം. കാരണം ആ കേസിൽ വിധി ഒരിക്കലും വരില്ല എന്നറിയാം, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല എന്നറിയാം. അപ്പോൾ പിന്നെ ചെയ്യാവുന്ന എന്താണ്, നീട്ടിക്കൊണ്ടുപോകലാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിസഭ ചെലവഴിക്കുന്ന പണത്തിന് പോലും എന്ത് ചെയ്യണം, ഓഡിറ്റിംഗ് ഉണ്ട്. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓഡിറ്റർ ജനറൽ എന്ത് ചെയ്യുന്ന നിലനിൽക്കുന്നത്. പക്ഷേ ഒരു ജുഡീഷ്യൽ ഓഡിറ്റിംഗ് സിസ്റ്റം ഇല്ല. അപ്പോൾ അത് ഒരു അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് ഞാൻ പറയുന്നത്. അത്തരമൊന്ന് വരേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ട് ഇന്ന് ഞാൻ രസകര വാർത്ത വായിച്ചു. അതായത് ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അതോ മൊത്തത്തിൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും കേരളത്തിൽ ഒരു ജഡ്ജിന് മുമ്പിലാണ് വരുന്നതായിട്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്താണെങ്കിലും ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെ ബോധപൂർവം പലപ്പോഴും കേസുകളെ ഈ രീതിയിൽ ലാഗിലേക്ക്, ഒരു ജുഡീഷ്യൽ ലാഗിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ട്.